ഞാനൊഴിച്ച് വേറെ എല്ലാവരും എൻ്റെ ഭാര്യയെ തൊട്ട് തലോടാൻ വേണ്ടി മത്സരിക്കാമല്ലോ. പരിഭ്രമിക്കാനൊന്നുമില്ല. ചിലപ്പോൾ രാവിലെ കഴിച്ച എന്തെങ്കിലും വയറ്റി പിടിക്കാത്തതായിരിക്കും. എന്താ രാവിലെ കഴിച്ചത്? ഇങ്ങോട്ട് പോരുമ്പോ ഹസ്ബൻഡ് ഒരു ജ്യൂസ് തന്നു, അത് മാത്രമേ കഴിച്ചുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ കുട്ടി കഴിച്ച ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ട്. എന്തോ ഒന്ന് ജ്യൂസിൽ കലർന്നിട്ടുണ്ട്. ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്? ജ്യൂസ് തയ്യാറാക്കിയത് വീട്ടിലാ? ആയിരിക്കാം. പക്ഷേ ഇപ്പം ഈ കുട്ടി വൊമിറ്റ് ചെയ്തിരിക്കുന്നത് ജ്യൂസ് മാത്രമല്ല, പെട്ടെന്ന് വയറുവേദന ഉണ്ടാക്കുന്ന എന്തോ ഒരു കണ്ടന്റ് അതിലുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. അതാണ് ബെറ്റർ. ശരി ഡോക്ടർ. ശരി, ആ ഓക്കെ. അമ്മേ, ഇനി ഏട്ടൻ കൊടുത്ത ജ്യൂസിൽ കുഴപ്പം വല്ലതും ഉണ്ടെന്ന് പറഞ്ഞാല്? ദീപൻ, ഒരു വണ്ടി വിളിക്കാമോ? ഞങ്ങൾക്ക് തിരിച്ചു പോവാം. ശരി ആൻറ്റി, ഞാൻ വരാം. ഇപ്പൊ കുറവുണ്ടോ? ഡോക്ടർ പറഞ്ഞതുപോലെ ഇങ്ങനൊരു കാരണം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അടങ്ങിയിരിക്കില്ല. ഇത് വീണയുടെ വീടല്ലേ? അതെ. നിങ്ങളാരാ? വീണ ഒന്ന് വിളിക്കാമോ? അല്ല, വിളിക്കാം. നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല. അച്ഛാ, ഇവരെന്റെ കൂടെ പഠിച്ചിരുന്ന ഏഞ്ചലിന്റെ ചേച്ചിയും ഭർത്താവോ? ഏഞ്ചലോ? അച്ഛൻ അവളെ അറിയില്ല. ഓ, അവള് പിന്നെ ജർമ്മനിയിലേക്ക് പോയില്ലേ? അല്ല ചേച്ചി? അതെ. ഇന്നലെ ഏഞ്ചൽ എന്നെ വിളിച്ചിരുന്നു. അവൾക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോ ചേച്ചിയും ചേട്ടനെ ഇങ്ങോട്ട് വിടാം, വിശേഷം അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ വാ. അതെ, അച്ഛനെന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഞാൻ പിന്നെ എങ്ങനെ നിൽക്കാൻ? അല്ല, ഇവര് എന്ത് വിവരം അറിയാനാ വന്നേ? അച്ഛാ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. ഓ,
അന്വേഷിച്ചു വന്നവരോട് മുഖം മുഷിഞ്ഞ് പെരുമാറാൻ പറ്റുമോ? കുറച്ച് കഴിയുമ്പോ അവരങ്ങ് പൊയ്ക്കോളും. ഓ ഓ എന്തോ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കിരണിനെ വിളിച്ചാ മതിയായിരുന്നല്ലോ. വീണയ്ക്ക് എന്തോ പണം ആവശ്യമുണ്ടെന്ന് കിരണിനെ വിളിച്ചു പറഞ്ഞിരുന്നു. അത് അയാളെ ഏൽപ്പിക്കാന്ന് പറഞ്ഞപ്പോ അയാൾ ചെന്നൈക്ക് പോകുമെന്ന് പറഞ്ഞു. അതാ ഞങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന്. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക്സ്. നിങ്ങളിവിടെ കൂടുതൽ നേരം ഇരുന്ന അച്ഛന് സംശയമാവും. അതിന് ഇടം കൊടുക്കണ്ട. നിങ്ങൾ പൊയ്ക്കോ. ബാക്കി കാര്യം നമുക്ക് ഫോണിൽ സംസാരിക്കാം. വീണ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നമ്മൾ തമ്മിൽ നടക്കുന്ന ഈ കാര്യം നിയമവിധേയമായിട്ടുള്ള ഒന്നല്ല, നിയമവിരുദ്ധമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ തമ്മിൽ മാന്യമായിട്ടുള്ളൊരു എഗ്രിമെന്റ് വേണമല്ലോ. എന്ത് എഗ്രിമെന്റ്? എനിക്കൊരു എഗ്രിമെന്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ വീണ, ബെന്നിച്ചൻ പറഞ്ഞത് അങ്ങനെയല്ല. കുഞ്ഞിനെ ഞങ്ങൾ കൈമാറാമെന്ന് വീണയ്ക്കോ കുഞ്ഞിനെ ഏറ്റെടുക്കാമെന്ന് ഞങ്ങൾക്കോ ഒരു എഗ്രിമെന്റിൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ പോയാൽ എല്ലാവരും അകത്താവും. കിരൺ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അത് തരാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. തൽക്കാലം ആ പണത്തിന് ഉറപ്പെന്ന നിലയ്ക്ക് വീണൊരു എഗ്രിമെന്റ് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല, അതല്ലേ? വീണ ഞങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഒരുപക്ഷെ ഞങ്ങളുടെ പൊസിഷനിൽ വീണയായിരുന്നെങ്കിൽ ഇതിനൊക്കെ കൂടിയ എഗ്രിമെന്റ് ആവശ്യപ്പെട്ടേനെ. ശരി ശരി, ഞാനിപ്പോ എന്താ വേണ്ടേ? എഗ്രിമെന്റ് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ ഇപ്പൊ വന്നത് വന്നു. ഇനി ഇതുപോലെ ഇങ്ങോട്ട് കേറി വരാൻ നോക്കരുത്. നമ്മൾ തമ്മിൽ ഇനി കാണുന്നത് പുറത്തു വെച്ചായിരിക്കും, അതും കിരണിന്റെ സാന്നിധ്യത്തില്. അത് സമ്മതമാണെങ്കിൽ ഞാൻ ഒപ്പിടാം. സമ്മതം. ഇതൊരു തർക്കമായിട്ട് വീണ കാണുമെന്ന് വേണ്ട. ശരി. ഹരിയേട്ടാ, ഇത് എന്റെ ഒപ്പം പഠിച്ച ഏഞ്ചലിന്റെ ചേച്ചിയും ഭർത്താവുക. അമ്മാവൻ പറഞ്ഞു. അല്ല, ഏതാ ഈ ഏഞ്ചല്? അതൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. ഹരിയേട്ടാ, അവര് വന്ന് കയറിയപ്പോ അച്ഛൻ സംശയത്തോടെ സംസാരിച്ചു. ഇപ്പതാ ഹരിയേട്ടനും. ഏഞ്ചൽ പറഞ്ഞിട്ട് എന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വന്നത് അവരെന്താ കരുതുക? എന്നിങ്ങനെ നാണം കെടുത്തല്ലേ ഹരിയേട്ടാ? അവരിറങ്ങിപ്പോയിട്ട് എന്ത് വേണമെങ്കിലും വായിക്കോ. കഷ്ടമാണ് കേട്ടോ.
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ പ്രശ്നമാണ്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ ഏഞ്ചലിന്റെ ചേച്ചി അത്ര തന്നെ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറഞ്ഞു പോവരുത്. ഞാൻ തൊപ്പിട്ടുതരാം. ദാ. നിങ്ങളെന്നാ വിട്ടോ? പോവാം. ജീവസാറുടെ ടീം. നീ രാവിലെ തന്നെ എവിടെ പോയടാ? ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കുറേ നാളായിട്ട് ട്രൈ ചെയ്യുന്ന. ഈ നേരത്താണെങ്കിൽ ഈ കയ്യിൽ നിന്ന് ചാടി പോകില്ലല്ലോ. ഓ, അത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ നിനക്ക് തോന്നി തുടങ്ങിയോ? சாரோட உத்தரவாதங்களை குறித்து என்ன தெரியும் சார்? ஒரு காரியம் நினைச்சா அதுக்கு பின்னாடியே சுத்தி கொண்டே இருக்கு. ആഹാ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ജോഗിങ്? എന്തു പറ്റും മോളെ? ശരവണം, നിത്യമോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുടിച്ച ജ്യൂസ് നീയാണോ ഉണ്ടാക്കിയത്? அல்ல மேடம், ஜீவன் சார் தான். സുജാതെ, ചത്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോടാ നീ? പറയടാ. എന്തു പറ്റും മക്കളെ? അതച്ചാ പാർക്കിൽ വെച്ച് നിത്യേച്ചി തല ചുറ്റി വീണു.
ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള. അങ്ങനെയാ കാരണവന്മാര് പറഞ്ഞിരിക്കുന്നത്. തള്ളിക്കളയാനുള്ള സമയമായിട്ടും നിന്നെ ഞാൻ പ്രസവിച്ചതല്ലേ എന്നോർത്ത് ക്ഷമിക്കുകയായിരുന്നു ഞാൻ. സ്വയം തിരുത്താൻ നിനക്ക് ഞാൻ 2 അവസരങ്ങൾ തന്നു. അത് കഴിഞ്ഞും നീ നിന്റെ ക്രൂരത തുടരാണ്. നിന്റെ അവസരങ്ങൾ കഴിഞ്ഞു, പരിപൂർണമായും കഴിഞ്ഞടാ. അമ്മ വിടുമാ. തുപ്പാക്കി വിടുമാ. സാർ, സാർ. തെറ്റിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റില്ല. വിടാൻ ശിക്ഷ ക്രൂരമായിരിക്കണ്ടേ? വിടാൻ. അത് നമ്മുടെ മോനായാലും വേറെ ആരായാലും സംഭവമല്ല. നല്ലത് എന്റെ നിത്യമാണ് ജീവിക്കുന്നത്. ഇവ ചാവുന്നത് നല്ലതെങ്കിൽ ഇവരെ ഇവരെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? എന്ത് കുറവാ ഞാൻ വരുത്തിയത്? സ്നേഹത്തിലും ലാളനയിലും ലോകം മുഴുവൻ കൊണ്ട് നടന്ന് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തില്ല നന്മയും തിന്മയും എന്താണെന്ന്. ഇവരത് മനസ്സിലാക്കിയില്ലെങ്കിൽ തോറ്റുപോയത് ഞാനല്ലേ? തോൽപ്പിച്ചില്ല ഇവിടെ. ഇവിടെ വന്നിരിക്കെ. എന്താണ് സംഭവിച്ചത്? നിത്യമോൾക്ക് എങ്ങനെയാ സുഖമില്ലാതായത്? ഈ തോക്കെടുത്തുകൊണ്ട് വന്നത് അമ്മയാ. വെറുതെ ഇത് കൈ പിടിക്കാൻ അമ്മയെ കൊണ്ട് കഴിയില്ല. പക്ഷേ എന്റെ കൈക്ക് അത് കഴിയും. ചോര കണ്ടാലും ജീവൻ പോകുന്നു കണ്ടാലും. അയ്യാ വേണ്ട അയ്യാ. അത് തെറ്റുപറ്റി പോയച്ച. പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ജ്യൂസിൽ മരുന്ന് ചേർത്തിരുന്നു. മുഴഞ്ഞു കയറ്റക്കാരൻ, ഭീകരന്മാരെ, മനസ്സിൽ പിശാച് താമസിക്കുന്ന ഒരുപാട് പേരെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ഒരു വീടിനകത്ത് ഇത്രയും ക്രിമിനൽസും ചിന്തിക്കുന്ന ഒരുത്തനെ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ഇനി നിനക്ക് പറയാനുള്ളത് അവിടെ പറ. കാരണം നിന്നെ വളർത്തിയതിന്റെ പേരില് സ്വയം ശിക്ഷ ചോദിക്കുന്ന ഒരു തീവള്. ചെല്ലടാ, ചെല്ല്.
അമ്മ എനിക്ക് തിരുത്താൻ സമയം തന്നു. പക്ഷെ എന്തോ എനിക്കത് തിരുത്താൻ പറ്റിയില്ല. ഈ ഒരു വട്ടം കൂടി അമ്മയോട് ക്ഷമിക്കേ. അമ്മേ